और वंडी मून हेलमेट लिया। दूसरा का गाड़ी है। कुछ भी नहीं। और दूसरे गांव से हम लोग काम करने के लिए आया यहाँ। पैसा भी नहीं है, लाइसेंस भी नहीं है। അവന് ഡീൽ ചെയ്ത് എങ്ങനെ ഡീൽ ചെയ്യാനാ? ആ ഹിന്ദിയിൽ പറഞ്ഞ് ഡീൽ ചെയ്യേ. എനിക്കറിയില്ല ഹിന്ദി അറിയില്ല എനിക്ക്. സാറേ ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് സംസ്കൃതം സാറിന് അറിയില്ല. എന്തൊരു മനുഷ്യനാണ് ഈ സാറൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അല്ല എനിക്കൊരു സമയമില്ല, എനിക്ക് വേറെ എന്തെങ്കിലും കേസ് കൊണ്ടോ നോക്കണ്ടേ. 2 दिन में दूंगा। उसके अंदर वो क्लियर नहीं करेगा तो मैं बंदूक उठा के गोली मार देगा तुमको। अनको പറയാൻ കിട്ടുമോ? ഇക്ക് പറയാൻ കിട്ടണ്ടേ ഹിന്ദി? ഇനി ഞാൻ ഹിന്ദിക്കാരാ. വിട് 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 വിട്. ഒച്ചനായി. ഹലോ, ആ ഞാൻ ഡ്യൂട്ടിയിലാണ്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കണ്ട. ഞാൻ പറഞ്ഞിട്ടല്ലോ എന്നോട്, ആ ഡ്യൂട്ടിയിൽ ഇപ്പൊ ഇങ്ങനെ വിളിക്കരുത്. ഫോൺ നോക്ക്. ഇല്ല, പെണ്ണുങ്ങളാണ് എത്ര പറഞ്ഞാലും. സാറേ ഞാന് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത്. അപ്പോഴാണ് നിങ്ങൾ ഇവിടെ ചെക്കിങ്ങിന് നിൽക്കുന്നുണ്ട് പറഞ്ഞു. ഒരു പരാതി തരാൻ വേണ്ടിട്ടായിരുന്നു. പരാതിയൊക്കെ സ്റ്റേഷനിൽ ഇവിടുന്ന് വൈകുന്നല്ലേ സാറേ നിങ്ങൾ ചെക്കിങ്ങിന് ഇവിടെ ഉണ്ട് പറഞ്ഞപ്പോ കാര്യമൊന്നും ആദ്യം പരാതി. വേറൊന്നല്ല സാറേ, എന്റെ അയൽപക്കത്തുള്ള ഒരു തന്നെ വന്നിട്ട് പറഞ്ഞ വർത്താനം ഉണ്ടല്ലോ സാറേ, നിങ്ങളൊന്ന് കേട്ടോക്കി. സൈക്കോല്ല, ഞങ്ങള് കേട്ടോക്കി. ഇതാണ് അത് കേട്ടോക്കി. ऐसे बर्बादी करके मुझसे बात करता है तुम? क्या सोचा तुम? हरामजादे, उल्लू के पट्टे, बंदर के बच्चे। 2 दिन में दूंगा। उसके अंदर वो क्लियर नहीं करेगा तो मैं बंदूक उठा के गोली मार देगा तुमको। ആലോചിച്ച് നോക്ക് സാറേ. क्या കണ്ടോ क्या वो बंदूक है तुम्हारा? बोलो എന്തൊക്കെ വർത്താനാവും പറഞ്ഞു. तुम्हारा बाप आके वो क्लियर करेगा। काम दूंगा मैं, काम। मैं फौजी हूँ, समझना। കണ്ടോ ഈ ജാതി വർത്താനം ഒരാളുടെ വീട്ടിൽ വന്ന് പറഞ്ഞ സഹിക്കാൻ പറ്റുമോ സാറേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. കമാന്നൊരു അസരം ഞാൻ മിണ്ടിയിട്ടില്ല. നിങ്ങളൊക്കെ പഠിപ്പുള്ള ആൾക്കാരെ, നിങ്ങൾക്ക് കേട്ടാ മനസ്സിലാവൂലോ. ഇക്കൊരു അസറ് ഹിന്ദി പറഞ്ഞാൽ മനസ്സിലാവൂല, കേട്ടാലും മനസ്സിലാവൂല, പറയാനും അറിയില്ല. ഒരാളുടെ ഏറ്റവും വലിയ വിഷമം സാറേ, ഒരാള് നമ്മളെ തെറി പറയുമ്പോ അത് എന്താന്ന് മനസ്സിലാവാത്താണ് ഏറ്റവും വലിയ വിഷമം. നമ്മളെ വിഷമതാ. നിങ്ങൾ പേരെന്ന് പറഞ്ഞു? എന്റെ പേര് കോയാന്നാണ്. ഇത് പറഞ്ഞ തെറിയാ അല്ലേ? പറഞ്ഞ 100% തെറിയാണ്. ശരിയല്ലേ? പക്ഷെ ഈ ഹിന്ദി മനസ്സിലാക്കണ്ടല്ലോ, കുറച്ച് പാടുണ്ട്. ഇത് സാധാരണ ഹിന്ദി അല്ലേ, നാട്ടുഭാഷയാണത്. അതായത് ഇപ്പോ ഈ ഭാഷ ഇപ്പൊ നമ്മളെ മലയാളം ഭാഷ തന്നെ പല ഭാഗത്തും പല രീതിയിലാണല്ലോ പറയുന്നത്. ഇപ്പൊ തിരുവനന്തപുരക്കാർ പറയുന്ന പോലെ അല്ലല്ലോ കോഴിക്കോട്ടുകാർ പറയണേ, കോഴിക്കോട്ടുകാർ പറയുന്ന പോലെ അല്ലല്ലോ കാസർഗോട്ടുകാർ പറയണേ. ഇത് അതുപോലെ ഒരു വ്യത്യാസം ഹിന്ദിയിലും ഉണ്ട്. അപ്പൊ ഇത് സാധാരണ ഹിന്ദിയാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാവും. മനസ്സിലായില്ല, ചെറിയാന്ന് മനസ്സിലായി. പക്ഷെ അതിന്റെ കറക്റ്റ് മീനിങ് കിട്ടണമെങ്കിൽ നാട്ടുഭാഷ അറിയണ ആളെ പിടിക്കണം. അപ്പോ ഇതിപ്പോ നിങ്ങളൊരു പണി ചെയ്താൽ മതി. നിങ്ങളെന്തായാലും 2 ദിവസം കണ്ടൊന്ന് സ്റ്റേഷനിലേക്ക് വരും. അപ്പോഴേക്കും നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം സാർ. എനിക്ക് സഹിക്കാൻ പറ്റാനാണ് ഒരാള് നമ്മുടെ മുഖത്ത് നോക്കിട്ട് ഇങ്ങനെയൊക്കെ പറയാ പറഞ്ഞാല്. സംഭവം തെറിയാണ്, അച്ചത്തെറിയാ പറഞ്ഞേ. ശരി സാർ, ശരി. എന്തെന്നാണ്ടത് ഹിന്ദിയൊന്നും അറിയില്ല, രാഷ്ട്രഭാഷയല്ലേ അത്? അത് ശരി. ഇപ്പൊ എനിക്കെന്താ അറിയാത്ത? അല്ല, രാഷ്ട്രഭാഷ നമ്മൾ പഠിച്ചിരിക്കണോ? ആ പഠിക്കാത്തോണ്ടുള്ള വിഷമാണ് ഇപ്പൊ ഇത്, മനസ്സിലായോ? ഇനി അധികം അവിടെ നിൽക്കണ്ട, വരുന്നൊക്കെ ഇന്ത്യ. ഇവിടെ നമുക്ക് മെല്ലെ മാറാനല്ലേ. എന്തൊരു കട്ടാണ്. വണ്ടി എടുത്തോ, പോര്. എന്താണ് ഇതൊക്കെ വിളിക്കേ? ഞാനാണ് സോറി സാറേ, ഞാനത് പെട്ടെന്ന്. എനിക്ക് വണ്ടി എടുക്കും. ഞാൻ വെറുതെ ആയിരിക്കും. ഇനി ഓൻ്റെ അടുത്തേക്ക് ഞാൻ പോണോ, തടഞ്ഞു നിർത്തിയാലോ? നിർത്തണ്ട കേട്ടോ. അതെ, കിണർമുക്ക് വരെ ഒന്ന് പോണം. കിണർമുക്ക് വരെ എത്രയാവും? किनारमुख जाने के लिए आगे रास्ता खराब है, उसके लिए पैसा एक्स्ट्रा 50 रुपया चाहिए। എങ്ങനെയാണ്? किनारमुख जाने के लिए आगे रास्ता खराब है, उसके लिए 50 रुपया पैसा एक्स्ट्रा चाहिए। ഞാൻ രാജ്യം പോക്കോ, ഞാൻ കയറേ ഇല്ല. കയറിയില്ല കുഴപ്പമില്ലല്ലോ. എന്നാ പോയിക്കോ, വണ്ടി എടുത്തോ. ഒക്കെ ഈ ആദ്യമായി എങ്ങനെ ചെയ്യാറ്? അപ്പൊ ഒരു വണ്ടി വേറെ എന്താ കിട്ടുക?
ആ എന്താ രാഘവട്ടെ വിളിച്ച? ആ ഞാനുണ്ടല്ല നടന്ന് തളർന്നു പോയി. എന്തു പറ്റി? നമ്മളെ പറമ്പിൽ 10-25 തെങ്ങുണ്ട്. തേങ്ങയെല്ലാം ഉണങ്ങി നിൽക്കുക. ഞാൻ തേങ്ങ പറിക്കുന്ന ആളെ അന്വേഷിച്ച് കുറേ സ്ഥലത്ത് പോകും. അത് ശരി. അങ്ങനെ പോയി കുറേ ആളെ കണ്ടു. എല്ലാവരും ഈ 250, 220 അല്ല പറയും. എന്തിന് എങ്ങനെ പറിക്കരുത് തേങ്ങ? അങ്ങനെ ആകെ നടന്ന് ക്ഷീണിച്ചിട്ട് ഞാനിവിടെ വന്നിട്ട് ഒരു 2 പൊറോട്ടയും മീൻകറിയും മേടിച്ചു. മീൻ വായിൽ വെക്കാൻ കൊള്ളുന്നില്ല. എന്തെന്നാ ഇത്? ഇവിടുത്തെ അടുക്കളയിലെ അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇതെല്ലാം കറിയും പൊറോട്ട എല്ലാം ഉണ്ടാക്കുന്നത്. അന്യസംസ്ഥാന തൊഴിലാളി ഏതുണ്ട്? അതന്നെ. ഇനിയിപ്പോ എന്താന്ന് പറയുക, നമ്മുടെ നാട്ടില് ഒരു പണിക്ക് നമ്മുടെ നാട്ടുകാരെ കിട്ടൂല. അതുകൊണ്ട് ഇനി പുറത്തു പോയിട്ട് മലയാളി ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാന്നൊന്നും വിചാരിക്കണ്ട. ഇനിയിപ്പോ നിങ്ങക്ക് തേങ്ങയുടെ ആള് വേണേ 1-2 അന്യസംസ്ഥാനക്കാരെ ഞാൻ റെഡിയാക്കി തരാന്ന്. ഇതിന്റെ പകുതി പൈസ കൊടുത്താൽ പോരെ, 10-50 കൊടുത്താൽ മതി. മതിയല്ലേ? പിന്നെ എന്നാ ആയിക്കോട്ടെ, അത് വലിയ ഉപകാരം. അപ്പോ ഈ മൂത്ത തേങ്ങയാണ് ഇടണ്ട്, ഇളയതാണ് ഇടണ്ടെന്ന് തെങ്ങുമ്പോ കയറി പോവാനും അത് മനസ്സിലായില്ല. നമുക്ക് പറഞ്ഞു കൊടുക്കാൻ അല്ലറ ചില്ലറ ഹിന്ദിയൊക്കെ രാഘവേട്ടൻ അറിയില്ലേ? എനിക്കാ? ഒട്ടും അറിയില്ല. ഒട്ടും അറിയില്ല. എവിടെ? സുധേട്ടാ, സുധേട്ടല്ലേ? നിങ്ങൾ പുതിയാടാ സംസാരിക്കൂല്ലേ ഇവിടെ തന്നെ? ഒരു സർവത്ത് എടുക്ക്. സർവത്ത് ഒരു ഇതിട്ടോളിട്ടോ, ഒരു ഇത്തിരി ഇഞ്ചി ഇട്ടോട്ടോ. ഇഞ്ചി നമുക്കല്ല ഒരാൾക്ക്. അനക്ക് വേണ്ടി ഇജ്ജ് വേറെ എടുത്തോ ചങ്ങ. ഇജ്ജ് അതരക്ക് അത് ഇഞ്ചി തന്നെയാണ് അല്ലേ? ശരി. അതെ, ഇഞ്ചിയില് എങ്ങനെ ഇഞ്ചി കടിച്ചാ കുറങ്ങ എങ്ങനെ കടിച്ച ഇങ്ങോട്ടൊക്കെ അതെ ആ ഇഞ്ചി അത് ഉപ്പട. ഈ സുഖതാട്ടൻ എവിടെ? ബാറിലോ? കുടിയും തുടങ്ങിയോ? ഒഴിവുള്ളപ്പോ പറയും. പണ്ടത്തെ പോലല്ല, ഞാനിവിടെ പണിക്കൊരാളെ വെച്ചിട്ടുണ്ട് കേട്ടോ. വിളിച്ചാ മതി. നിങ്ങൾ 3 ആൾ കൂടുമ്പോ വിളിച്ചു, അപ്പൊ ഞാൻ വരാം. അതെ, നിങ്ങൾ എവിടെ പോയി എടുക്കണേ? ഞാനിപ്പോ വെറുതെ കുറച്ച് അങ്ങോട്ട് ഒരാളെ കിട്ടില്ലപ്പോ പണിക്ക്. ഒരാളെ കിട്ടിയ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മനസ്സിലാവണ ഒരാള് നമ്മുടെ നാട്ടിൽ എത്ര ആൾക്കാരുണ്ട് തോന്നേട്ടാ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മനസ്സിലാവണ ഒരാളെ നിർത്തി കൂടെ? എന്താ കോയ പറഞ്ഞു? നമ്മുടെ നാട്ടിലെ ആൾക്കാരുണ്ടായിട്ട് വല്ല കാര്യം ഉണ്ടാ? ആരെയും മാതിരി വല്ല പഠിച്ചു കിട്ടുക? ഒക്കെ 10ാം ക്ലാസ് പാസ്സായി ഡിഗ്രി പാസ്സായി കഴിഞ്ഞാൽ ഈ പണിയൊക്കെ അവർക്ക് കുറച്ചില്ലല്ലേ? ഒരു കടയിൽ നിൽക്കുക ഒരു പയ്യനെ കിട്ടുക, ഒരു തെങ്ങുമ്പ് കയറാൻ ഒരു പയ്യനെ കിട്ടുക. എല്ലാവരും വിദേശത്ത് പണിക്കൂ, എന്നിട്ട് അവിടെ പോയിട്ട് കണ്ണി കണ്ട കക്കൂസൊക്കെ കെടുക്കും. നമ്മുടെ നാട്ടിൽ മാത്രം പണിയെടുക്കാണ്ടാവില്ല. ഇവരെന്ന് പറഞ്ഞാലേ ആത്മാർത്ഥമുള്ളവരാ. പറഞ്ഞ സമയത്ത് കറക്റ്റ് പണിയെടുക്കും. കാശും കൊടുത്താൽ മതി. ശരി തന്നെ, നിങ്ങളെ പോലുള്ളവരാണ് ഇപ്പൊ ഇത്. ഞാനൊരു കാര്യം പറട്ടെ, ഞാൻ ഇപ്പൊ എന്റെ വീട്ടിൽ നിന്ന് നേരം വെളുക്കുമ്പോ ഇറങ്ങിയിട്ട് ഇതേവരെ മലയാളിയിൽ നിന്ന് ഒരാളിനെ ഞാൻ കണ്ടില്ല. അപ്പൊ നിങ്ങളുടെ ഒരാളിനെ ഇപ്പൊ ഞാൻ കാണുന്നത്. ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവരെ മാത്രമല്ല, കേരളം മലയാളികളെ ആരും ഇവിടെ കാണില്ല, ഒക്കെ വിദേശത്താവും. ഇനി മുഴുവൻ അവരാവും ഇവിടെ. എല്ലാ ഭാഷയും പഠിച്ചിരിക്കണേ. പഠിക്കണ സമയത്ത് ഹിന്ദി പഠിക്കണം. നീ ഹിന്ദി പഠിച്ചാ? ഇല്ലല്ല. നിങ്ങൾ ഹിന്ദി പഠിച്ചിട്ടാ? ഹിന്ദി പഠിച്ചോ? നിങ്ങളൊന്ന് ഇങ്ങോട്ട് സംസാരിക്ക് എന്നൊക്കെ പറഞ്ഞു. അല്ല, നിങ്ങളോട് ഇപ്പൊ ഞാൻ ഹിന്ദി പറഞ്ഞു. നിങ്ങൾക്ക് വലിയ മനസ്സിലായോ? നിങ്ങൾ എന്തിനാ പറഞ്ഞ ഇനി പോലണ്ട? കള്ളനായി എന്താ കുറ്റിയെ മുറിക്കാന് പറഞ്ഞേക്കല്ലേ? അല്ലാണ്ട് പിന്നെ എന്താ ഇന്നോട് ചൂടാണോ? സുഖേട്ട നേരം വെക്കുമ്പോട്ട് അരിഞ്ഞു നടക്കാണ് മനുഷ്യൻ. ഞാൻ തകട് കൂടിയായിട്ട് പണിക്കാരനെ എടുത്തേക്കണേ. എന്തെന്നൊക്കെ പറഞ്ഞേ. നിങ്ങൾ ആളെ മാറ്റിട്ട് വേറെ ആളെ എത്തിക്കളി. എന്താ മുടി എവിടെ പോയി? എന്റെ പോയൊക്കെ ഒന്നും പറയാണ്ടിരിക്കുന്നതല്ലേ. എന്റെ കല്യാണം മുടങ്ങിയറിയോ? കല്യാണം മുടങ്ങിയോ? അതായത് പെണ്ണിന്
പണവും പ്രശ്നമില്ല, വിദ്യാഭ്യാസ പ്രശ്നം എല്ലാം സെറ്റായി വന്നു. പോയി കാണാനുണ്ട്. അപ്പൊ ഒക്കെ ഒരു നിർബന്ധം, മുടി പുതിയ സ്റ്റൈലിൽ വേണമെന്ന്. മുടി മോശമായിട്ട് നല്ല ഉണ്ട്. അപ്പൊ അതൊരു സ്റ്റൈലാക്കാൻ വേണ്ടി നമ്മള് വേലായിട്ടൊരു കടയില്ലേ ബാബർ ഷോപ്പ്, ആടെ പോയിട്ടാ ഈ ഗതി വന്നത്. എനിക്ക് പറഞ്ഞോടോ വേലായുധനോട് പറഞ്ഞ മനസ്സിലാവില്ലേ? വേലാട്ട പീടിയിൽ ആരെ പണിയെടുക്കുന്ന മൊത്തം ഹിന്ദിക്കാരാണ്. ഞാൻ പറഞ്ഞത് ഓന് മനസ്സിലാവുന്നില്ല, ഓൻ പറഞ്ഞു എനക്കും മനസ്സിലാവുന്നില്ല. ഓൻ എന്തല്ലോ പറഞ്ഞു, ഞാൻ എന്താ പറഞ്ഞറിയില്ല, എല്ലാം നശിപ്പിച്ച്. അതെന്നാ ഈ കഥ ഇപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞു തന്നായി. അല്ലേ നിർത്തിക്കോളി, പണിക്കാരെ നമ്മുടെ നാട്ടുകാരെ കിട്ടാനില്ലോ, ആളെ നിർത്തിക്കോളി. അല്ല കോയ, ഇങ്ങനെ ആയപ്പോ നമ്മളിനി എന്താ ചെയ്യാ? എന്താ ഇനിയിപ്പൊ ചെയ്യാ ചോദിച്ചാ ഇപ്പൊ അതാ കാണുന്നോടത്തും നോക്കണോടത്തും പറയണോടത്തും ഒക്കെ ഇപ്പൊ ഇവരൊക്കെ തന്നെ. അതെ, ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞാൽ അവർക്കിട്ട് മനസ്സിലാവണില്ല. ഇനിയിപ്പോ ഏക വഴി ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരാളെ പണിക്ക് എടുത്തിച്ചാല് അവർക്ക് മലയാളം അറിയോ നോക്കുക, അറിയില്ല വെച്ചാൽ അവരെ മലയാളം പഠിപ്പിക്കുക. ഇനി കാണുന്ന ഇന്ത്യക്കാരനൊക്കെ മലയാളം പഠിപ്പിക്കുക. അങ്ങനെ നമുക്ക് ഇവിടെ പിടിച്ചിക്കാൻ പറ്റുമോ? അത് ശരി. അപ്പൊ ഇനിയിപ്പൊ ഇവിടെ അന്യ ഭാഷ തൊഴിലാളികളൊക്കെ നമ്മൾ മലയാളം പഠിപ്പിക്കണം. അല്ലാണ്ട് പിന്നെ നമ്മൾ പറഞ്ഞ കാര്യം അവർക്ക് മനസ്സിലാവണ്ടേ? അല്ലെന്റെ ഉണ്ണി, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേരുണ്ട് ഇവിടെ. ഇപ്പൊ ബാർബർ ഷോപ്പിൽ മുപ്പരാണ്, നമ്മുടെ ബീരാന്റെ ഇറച്ചിക്കടയിലെ 2 ബംഗാളികളാ. അതെ, എവിടെ നോക്കിയാലോ. അപ്പൊ ഇവിടെ നമുക്കൊരു കാര്യം ചെയ്താലോ? എന്താ? നമ്മുടെ സത്യശീല മാഷില്ലേ, ആ ഹിന്ദി മാഷെ കൊണ്ട് ഇവരെ ഒരു 2-3 മാസം കൊണ്ട് പഠിപ്പിച്ചാലോ? സത്യശീലൻ മാഷ് ഹിന്ദി മാഷല്ലേ, അദ്ദേഹത്തെ കൊണ്ട് ഇവരെ പഠിപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? മലയാളം ഹിന്ദി അറിയുന്ന ഒരു മാഷ് വേണ്ട ഇവരെ പഠിപ്പിക്കാൻ. ഇവര് ഹിന്ദിയിൽ സംസാരിച്ചാൽ അത് സത്യശീല മാഷ്ക്ക് മനസ്സിലായാലല്ലേ അതിന്റെ മലയാളം പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. അത് ശരിയാ. അപ്പൊ നമുക്ക് മാഷനൊന്ന് കണ്ടു ചോദിച്ചാലോ? ഇയാളിനെ മാത്രം നേരാക്കിട്ട് പറ്റില്ല. ഈ പരിസരത്ത് ഇങ്ങനെ ജോലി ചെയ്യണം സകല ആൾക്കാരെയും വിളിക്കണം. എന്റെ മുടി വെട്ടവനെയും വിളിക്കണം, സകല ആൾക്കാരെയും വിളിക്കണം. എല്ലാവരും വിളിക്കണം, എല്ലാവരും വിളിക്കണം. ആ ആ ഈ ഈ ഓ ഓ ജിലേബി ജിലേബി नहीं जिलेबी नहीं अरे 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 ये आई आई ओ ओ ओ औ बहु नहीं औ औ औ आ आ कलजी आप लोगों को यहाँ जीने के लिए मलयालम जरूरी है. मालूम അല്ല മാഷേ, അതെ സത്യമാഷേ, ഒരു കാര്യം ചോദിക്കട്ടെ. ഇതിപ്പോ വരുന്ന ഈ ആ ഈ ഊന്ന് പഠിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. നമുക്കിപ്പോ അതല്ല ആവശ്യം. നമ്മളിപ്പോ ഒരു കാര്യം എന്തെങ്കിലും ദൈനംദിന ജീവിതത്തിൽ അവരുടെ അടുത്ത് എന്തെങ്കിലും ഒരു വർത്താനം പറയുമ്പോ അവർക്ക് അതിനൊരു മറുപടി പറയാൻ കിട്ടണം. അത് അവർക്ക് മനസ്സിലാവണമെങ്കിൽ ആദ്യം ഈ അക്ഷരങ്ങൾ, അതിന്റെ ശബ്ദങ്ങൾ എന്താണെന്ന് പഠിക്കൊന്നും വേണ്ട. ഇപ്പൊ മാഷ ഇവർക്ക് ഇപ്പൊ ഇവിടെ മലയാളത്തിൽ കത്ത് എഴുതിയിട്ട് നാട്ടിൽ അയക്കാനൊന്നല്ലോ, നമ്മളോട് സംസാരിക്കണതാണ് കിട്ടണ്ടേ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് ആവശ്യമുള്ള എന്താ അങ്ങോട്ട് പറ, എന്നാ പിന്നെ അത് പഠിപ്പിച്ചാൽ മതിയല്ലോ. പറഞ്ഞു എന്റെ കടയിൽ പണിയെടുക്കണ ഈ പയ്യനോട് ഞങ്ങൾ ഇങ്ങോട്ട് നോക്കിയാൽ അവൻ എന്റെ അടുത്ത് അപ്പ പറയണം, ഞാൻ കൂടുതൽ പണിയെടുത്തോളാം, എനിക്ക് കൂലി കുറച്ചു മതി എന്നവൻ മലയാളത്തിൽ അത്യാവശ്യമുള്ള കാര്യമാണ്. പണിയെടുത്തോളാം, കൂലി കുറച്ചു മതി. അത് അവരെ പഠിപ്പിക്കണം. എന്നിട്ട് അവരത് മലയാളത്തിൽ എന്നോട് പറയണം. ശരി, കൂലി കം ചലേഗാ और बहुत काम करूंगा. इसका മലയാളം मैं आपको बताऊंगा. കൂലി കുറച്ചു മതി, കൂടുതൽ പണി ചെയ്യാം. മലയാളികൾ കൂലി കുറച്ചു മതി, കൂടുതൽ പണി ചെയ്യാം. കൂടുതൽ പണി ചെയ്യാം. കൂലി കുറച്ചു മതി, കൂടുതൽ പണി ചെയ്യാം. അതേപോലെ നമ്മള് നടന്ന് ആകെ ദാഹിച്ചു വലഞ്ഞു വരികയാണ്. ആ പറഞ്ഞ സമയത്ത് നമ്മളൊരു കടയിൽ കയറിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ വേണ്ടി കയറിയപ്പോ ആ കടയിലും ഇവർ തന്നെയാണ് പണിക്കിക്കണെന്ന് വിചാരിക്കാം. ശരി. അപ്പൊ അവരുടെ അടുത്ത് നമ്മളിപ്പോ ഒരു സർവത്ത് എന്തെങ്കിലും ആവശ്യപ്പെട്ടു. എടാ ചങ്ങായി ഒരു സർവത്ത് ഇങ്ങോട്ട് എടുക്ക് എന്ന് പറയുമ്പോ അതിൽ ഉപ്പാണോ മധുരാണോ എന്താണ് വേണ്ടെന്നുള്ളത് ചോദിച്ചാല് ആ പറഞ്ഞ ആരാ അറിയണം. അവര് നമ്മളോട് ചോദിക്കണം, ഇഞ്ചി വേണോ, ഉപ്പ് വേണോ, മധുരം വേണോ ചോദിക്കണം അല്ലേ. സർബത്ത് പൂछने पर अदरक मीठा
और नमक क्या चाहिए इसका मलयालम मैम आपको बताऊंगा ഇഞ്ചി വേണോ ഇഞ്ചി വേണോ ഇഞ്ചി വേണോ ഉപ്പ് വേണോ ഉപ്പ് വേണോ പഞ്ചസാര വേണോ ഉദർ ബൈട്ടോ उधर बैठो ഇഞ്ചി വേണോ इंजी वेणो ഉപ്പ് വേണോ उप्पु वेणो പഞ്ചസാര വേണോ മാഷേ ആ ഇവര് ഈ വീടാ പാൻപര കാലത്ത് വന്നിട്ട് എങ്ങനെ വീടി ഉണ്ടല്ലോ വീടാ ആ, തുപ്പ്. ആ, ഉവ്വ്. നല്ല ഇടി അടെല്ലാം വെച്ചിട്ട് സകലമാടുത്ത് തുപ്പിയിടും ഓ വണ്ടിന്ന് പോകുമ്പോ പുറത്തേക്ക് ബസ്സിന്ന് പുറത്തേക്ക് ഓട്ടോറിക്ഷന്ന് പുറത്തേക്ക് നിന്നിടത്തുനിന്ന് ആടേനെ തുപ്പിയിടും ആ ഇനി മേലാരെ തുപ്പിയിടൂലെന്ന് ഇവരെ കൊണ്ട് പറയിപ്പിക്കണം മാഷ് പറയിപ്പിക്കണം ഇതിന് पान 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 खाकर इधर उधर थूकना नहीं इसका मलयालम क्या है ഇനി മുതൽ ഞങ്ങൾ ഇനി മുതൽ ഞങ്ങൾ പാൻ ചവച്ച് അവിടെ ഇവിടെ തുപ്പില്ല ആ ഓക്കെ അല്ലേ ഈ ഓണത്തിന് വിഷുവിന് കോഴിക്കടി പോയാ ഓ ഈ കറി വെക്കാനോ പൊരിക്കാനോ ബിരിയാണിക്കാണോ ഒന്ന് നമ്മോട് ചോദിക്കാൻ അവരെ ഒന്ന് പഠിപ്പിക്കണം ആ ചിക്കൻ കടയിൽ പോകുമ്പോ കറിക്ക് വേണോ അതോ പൊരിക്കാൻ വേണ്ടിട്ടാണോ ബിരിയാണിക്ക് കഷ്ണിക്കാനാണോ എന്നുള്ളത് ചോദിക്കാം മലയാളത്തിൽ അത് കറക്കാം അവരാണ് എല്ലാ കടയും चिकन स्टॉल में आने के समय पूछना है कि करी के लिए फ्राई के लिए और बिरयानी के लिए इसका मलयालम क्या है കറി വെക്കാനാണോ കറി കൊണ്ടുവന്നില്ല കറിക്കാണോ പൊരിക്കാനാണോ ബിരിയാണിക്കാണോ കറിക്കാണോ പൊരിക്കാനാണോ ബിരിയാണിക്കാണോ സമാധാനായിട്ട് മലയാളം പഠിച്ച് അക്ഷരത്തിന് ഭാര വേണം ആ ഇടാം ഇത്രയും പഠിച്ച്